മലപ്പുറം എന്ന ഒരു ചെറിയൊരു ഗ്രാമത്തിൽ ആമിന എന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആമിനയുടെ വീട്ടിൽ അവൾക്ക് ഉപ്പ, ഉമ്മ, അനിയത്തി, അനിയൻ എന്നിവരാണ് വീട്ടിലുള്ളത്. ഉപ്പക്ക് അസുഖം വന്ന് ഉപ്പ കിടപ്പിലായിരുന്നു. ഉമ്മയ്ക്കും അസുഖം വന്ന് ഉമ്മയും കിടപ്പിലാണ്. രണ്ടുപേരും കിടപ്പിലാണ്. ആമിനയുടെ ചുമതലയായി മാറി ഈ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോവൽ. 4 ജീവൻ ആമിനയുടെ കൈത്താങ്ങിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആമിന എങ്ങനെ മുമ്പോട്ട് പോവണം? പഠിക്കാൻ ആഗ്രഹമുണ്ട്, വിദ്യാഭ്യാസത്തിന് യോഗ്യതയുണ്ട്, എങ്കിൽ പഠിക്കാൻ കഴിയുന്നില്ല. പഠിക്കാൻ താല്പര്യമുണ്ടായിട്ടും ആമിനയ്ക്ക് പഠിക്കാനുള്ള സാഹചര്യം കിട്ടുന്നില്ല. കുടുംബത്തെ മുമ്പോട്ട് കൊണ്ടുപോവണം, ജോലിക്ക് പോവണം, പൈസ ഉണ്ടാക്കണം. എല്ലാ പ്രാരാബ്ദങ്ങളും ആമിനയുടെ തലയ്ക്ക് വന്നു വീണു. അങ്ങനെ ആമിനെ എല്ലാം കൂടി ഏറ്റെടുത്തു 4 ജീവനെ ജീവിപ്പിച്ചെടുക്കാനായിട്ട് ജീവിതത്തിൽ പോരാട്ടത്തിനായിട്ട് മുന്നോട്ടോടി. ആമിന നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ആമിനയ്ക്ക് പഠിച്ചിട്ട് ജോലി നേടണം എന്നൊരു ആഗ്രഹം വന്നു. അങ്ങനെ ആമിന MBBS ഡോക്ടർ ആവാൻ വേണ്ടി ജോയിൻ ചെയ്തു. അതിനിടയിൽ ആമിന ആ ഒരു കോളേജിൽ ക്ലീനിങ് ജോലിയും ഏറ്റെടുത്തു. കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോവാനും പഠിപ്പിൻ്റെ കാര്യം മുന്നോട്ട് കൊണ്ടുപോവാനും ഫീസ് കൊടുക്കാനും വകയില്ലാത്തത് കൊണ്ട് തന്നെ അവൾ രാവിലെ എഴുന്നേറ്റിട്ട് ജോലി ചെയ്യുമായിരുന്നു. രാവിലെ എഴുന്നേറ്റിട്ട് അയൽവാസിയുടെ വീട്ടിൽ പാത്രങ്ങളൊക്കെ കഴുകി കൊടുക്കുകയും പിന്നീട് കോളേജിൽ പോയാൽ ഉച്ചവരെ അവിടെ ക്ലീനിങ് ചെയ്യുകയും ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് റൂമിൽ ഇരിക്കുകയും ചെയ്യും. ഒരു ദിവസം ആമിന കോളേജിൽ നിന്ന് അടിച്ചു വാരി കഴിഞ്ഞതിന് ശേഷം അവൾ ഉച്ചയ്ക്ക് ശേഷം ബുക്കെടുത്ത് വായിക്കുകയായിരുന്നു, നോട്ട് ബുക്ക് എടുത്ത് എഴുതുകയായിരുന്നു. അതിനിടയിലാണ് ആ ഒരു കോളേജിലുള്ള ഒരു അധ്യാപകൻ വന്നത്. അധ്യാപകൻ്റെ ശ്രദ്ധയിൽ ആമിന പെട്ടു. അധ്യാപകൻ ഒരൊറ്റ നോട്ടത്തിൽ ഞെട്ടുകയും ചെയ്തു. ഇവിടുത്തെ വേലക്കാരിയല്ലേ, ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫല്ലേ, ഇവരെന്താണ് പഠിക്കുന്നത് എന്നൊരു ആലോചന ആ ഒരു അധ്യാപകൻ്റെ മനസ്സിൽ വന്നു. അധ്യാപകൻ ആ ഒരു കോളേജിൻ്റെ ഏറ്റവും വലിയൊരു പ്രൊഫസറായിരുന്നു ഡോക്ടർ ഫൈസൽ. ഡോക്ടർ ഫൈസൽ കോടീശ്വരനായിരുന്നു. ദുബായിൽ ഒരുപാട് കമ്പനിക്ക് മുതലാളിയായിരുന്നു, ഓണറായിരുന്നു. അതുപോലെ ആ ഒരു കോളേജിൻ്റെ ഓണറും കൂടി ആയിരുന്നു ഈ ഡോക്ടർ ഫൈസൽ. കോളേജിലെ അധ്യാപകനും കൂടിയാണ്. അങ്ങനെ ഡോക്ടർ ഫൈസലിൻ്റെ കണ്ണിൽ ഈ ഒരു ആമിന പഠിക്കുന്നത് കണ്ടു. ഡോക്ടർ ഫൈസൽ നേരെ ആമിനയുടെ അടുത്ത് വന്നു. ആമിനയോട് ചോദിച്ചു, നീ എന്താണ് പഠിക്കുന്നത്? നീ ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫല്ലേ എന്ന്. ഒരു നിമിഷം ആമിന ഒന്ന് ഞെട്ടി. ആമിന ഉടനെ സാറെ കണ്ടപ്പോൾ എഴുന്നേറ്റു നിന്നു. എന്നിട്ട് ആമിന പറഞ്ഞു, യെസ് സാർ, ഞാനിവിടുത്തെ ക്ലീനിങ് സ്റ്റാഫാണ്, അതിൻ്റെ കൂടെ ഞാനിവിടെ വിദ്യാർത്ഥിയും കൂടിയാണ്. സാറാകെ ഒന്നാകം അമ്പരന്നു. ഫൈസലിൻ്റെ കണ്ണിൽ ഒരു മഞ്ഞളിപ്പ്. എന്താണ് സംഭവിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് പഠിക്കുന്നത് എന്നൊരു ചോദ്യം അവൻ്റെ മുന്നിൽ, അവൻ്റെ മനസ്സിൽ നിഴലിച്ചു കൊണ്ടിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ആമിനയുടെ നേരെ ഫൈസലിൻ്റെ ഒരു ശ്രദ്ധ ഉണ്ടാവുമായിരുന്നു. ആമിന അറിയാതെ ഫൈസൽ ആമിനയുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുമായിരുന്നു. ആമിനയുടെ വീട്, ആമിനയുടെ കാര്യങ്ങളൊക്കെ അവൻ അന്വേഷിച്ച് അറിഞ്ഞു. പിന്നീട് അങ്ങനെ ആമിനയ്ക്ക് മനസ്സിലായി, എന്നെ ഫൈസൽ സാർ ശ്രദ്ധിക്കുന്നുണ്ട്, അവൻ്റെ കണ്ണുകൾ എന്നിൽ ഉടയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആമിനയ്ക്ക് മനസ്സിലായി. പതിയെ ആമിനയും ഫൈസൽ സാറിനെ നോക്കുകയും അതുപോലെ അറിയാതെ നോക്കുകയും ചെയ്തു. അങ്ങനെ ആമിനയുടെ മനസ്സിലും ഫൈസൽ സാറിനൊരു ഇടം ഉണ്ടാക്കി. ആമിനയ്ക്ക് അറിയില്ലായിരുന്നു ഫൈസൽ സാർ കോടീശ്വരനാണെന്നും ഡോക്ടറാണെന്നും ഒന്നൊന്നും അറിയില്ലായിരുന്നു. ആമിന അങ്ങനെ ഒരു ദിവസം ക്ലാസ്സിൽ വന്നു. രാവിലെ ആമിന മാത്രമായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. ആമിനയുടെ ജോലി തുടർന്നു. വേഗം തന്നെ ക്ലാസ് റൂമുകളൊക്കെ അടിച്ചു വാരിക്കൊണ്ടിരുന്നു. അതിനിടയിലാണ് ആ ഒരു വഴിയിൽ ഫൈസൽ സാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ആമിനയെ കണ്ടതും ഫൈസൽ സാർ നിന്നു. ഫൈസൽ സാറിന് എന്തെന്ന ഇല്ലാത്ത ഒരു കിതയ്പും എന്തൊക്കെയോ ഒരു മഞ്ഞളിപ്പ് ഫൈസൽ സാറിൽ വന്നുകൊണ്ടിരുന്നു. എന്താണെന്ന് ഫൈസൽ സാറിന് അറിയില്ലായിരുന്നു. അങ്ങനെ ഫൈസൽ സാർ ആമിനയുടെ അടുത്തേക്ക് വന്നു. എന്താണ് ആമിന, നീ രാവിലെ തന്നെ വന്നല്ലോ? അതെ സാർ, ഞാൻ രാവിലെ തന്നെ വന്നു, ഡ്യൂട്ടിയൊക്കെ പെട്ടെന്ന് കഴിക്കണ്ടേ? എന്തിനാണ് മോളെ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നിൻ്റെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് വെമ്പിക്കൊണ്ട് ആമിന അവിടെ നിന്ന് ഒന്ന് വിതുമ്പി. അവൾക്ക് പറയാൻ കഴിഞ്ഞില്ലായിരുന്നു. അത്രയ്ക്ക് വിഷമങ്ങൾ മനസ്സിനുള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പറയുമ്പോൾ അവളോട് കരഞ്ഞുപോയി. അവളുടെ ഷാളിൻ്റെ അറ്റം കൊണ്ട് സാറിനെ കാണാതെ കണ്ണുനീർ ഒപ്പി.
അതിനിടയിൽ അവൾ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും അനിയനും അനിയത്തിയുമാണ് ഉള്ളത്. ഉപ്പയ്ക്ക് എന്താണ് ജോലി? ഉപ്പ എന്ത് ചെയ്യുകയാണ്? ആമിന എവിടെയാണ് താമസിക്കുന്നത്? അവളുടെ ഏങ്ങലോട് ശബ്ദമിടറിയതിൽ കലർന്ന് അവൾ സംസാരിച്ചു. ഉപ്പയ്ക്ക് ജോലിയില്ല, ഉപ്പയ്ക്ക് സുഖമില്ല, ഉപ്പ കിടപ്പിലാണ്. ഉമ്മയ്ക്കും സുഖമില്ല, ഉമ്മയും കിടപ്പിലാണ്. അനിയത്തി, അവൾ ചെറുതാണ്, അനിയനും ചെറുതാണ്. ഇവരെയൊക്കെ നോക്കണം. പഠിച്ചിട്ട് ജോലി നേടാനായിട്ടാണ് സാറേ ഞാനിങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത്. അതുപോലെ ഈ 4 ജീവൻക്ക് ഭക്ഷണം കൊടുക്കാനും അവരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് ഞാൻ ഈ കഷ്ടപ്പാട് ചെയ്യുന്നത്. എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തീർന്നോട്ടെ, എനിക്ക് ഇങ്ങനെ കഴിയാനേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞതും ആമിന പറഞ്ഞു തീർത്തില്ല. പൊട്ടിക്കരഞ്ഞു പോയി. ആമിന മുഖം പൊത്തി ആ ഒരു ടേബിളിലിരുന്ന് കരഞ്ഞു. ഇത് കണ്ട് ഫൈസലിന് വല്ലാത്തൊരു ശ്വാസം മുട്ടും പോലെയുള്ള ഒരു ഫീല്. എന്തൊക്കെയാണ് ഞാൻ ഈ റബ്ബെ കേൾക്കുന്നത്? ഇങ്ങനെയുമുണ്ടോ ദുനിയാവിൽ മനുഷ്യന്മാർ? എന്താണ് അടച്ച റബ്ബെ ഞാൻ ചെയ്യേണ്ടത് എന്ന് ഫൈസലിന് ആകെ നിരാശയും സങ്കടവും എന്തൊക്കെയോ മനസ്സിൽ ഒന്നിച്ചു കൂടി. ഫൈസലിന് പിന്നീട് കൂടുതലായിട്ട് ഒന്നും തന്നെ ആമിനയോട് പറയാൻ കഴിഞ്ഞില്ല. ആമിനയോട് പറഞ്ഞു, മോള് വിഷമിക്കണ്ടട്ടോ, എല്ലാം ശരിയാവും, ഞാൻ പോയിട്ട് വരുന്നു എന്ന് പറഞ്ഞ് ഫൈസൽ അവിടെ നിന്ന് എസ്കേപ്പായി. അങ്ങനെ ഫൈസൽ പിന്നീട് ചിന്തയിലാണ്ടു. കോളേജിൽ നിന്ന് ക്ലാസ് എടുക്കുന്ന സമയങ്ങളിലൊക്കെ ഫൈസലിൻ്റെ കണ്ണ് ഒരു നിമിഷം ആമിനയിലേക്ക് എത്തുമായിരുന്നു. ഇരുവരുടെയും കണ്ണുകൾ ഒന്നുടക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം 2 പേരുടെയും കണ്ണുകൾ ഉടച്ചു. അവർ തമ്മിൽ ചെറിയൊരു ഇഷ്ടം അങ്ങനെ തുടർന്നു. ആമിനയ്ക്ക് അറിയില്ലായിരുന്നു ഫൈസൽ സാറിന് എന്നോട് ഇഷ്ടമുള്ള കാര്യം. ആമിനയ്ക്ക് എന്താണ് ഫൈസൽ സാറിനോട് തിരിച്ചും തോന്നുന്നത്? ഇഷ്ടമാണോ അല്ലെങ്കിൽ എന്താണ് അധ്യാപകൻ്റെ സ്നേഹമാണോ എന്നൊന്നും അറിയില്ലായിരുന്നു. എങ്കിലും ഇരുവരും ചെറിയൊരു അടുപ്പം തുടർന്നു. പിന്നീട് ഫൈസൽ സാർ സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ ആമിനയെ ആശ്വസിപ്പിക്കാനും അവൾക്കൊരു കൈത്താങ്ങാവാനും ശ്രമിച്ചു. ഇത് കണ്ട് കോളേജിലുള്ള മറ്റു വിദ്യാർത്ഥികൾക്ക് അസൂയയും അഹങ്കാരവും ഒക്കെ കൂടി വന്നു. അവർ ഒക്കെ പറഞ്ഞു നടന്നു. ആമിന ഫൈസൽ എന്ന ഗോസിപ്പ് അവർ കോളേജ് മൊത്തം പരത്തിക്കൊണ്ടിരുന്നു. ഈ ഗോസിപ്പ് കേട്ടതും ആമിനയ്ക്ക് വിഷമമായി. ഞാൻ കാരണം എൻ്റെ സാർ ഫൈസൽ സാർ വിഷമിക്കുന്നോ? ഫൈസൽ സാറിൻ്റെ പേരിൽ ഗോസിപ്പ് വരുന്നോ? ഇല്ല, ഞാനിതിന് സമ്മതിക്കില്ല. ഞാനിനി ഫൈസൽ സാറിനോട് അനങ്ങുക പോലും ചെയ്യില്ല, സംസാരിക്കില്ല എന്നവൾ മനസ്സിൽ ഉറപ്പിച്ചു വിശ്വസിച്ചു. ഞാൻ കാരണം മറ്റൊരു മനുഷ്യൻ വിഷമിക്കരുത്, മറ്റൊരു മനുഷ്യൻ്റെ നേരെ കുറ്റം ചുമത്തരുത് എന്നവൾ മനസ്സിൽ വിചാരിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾ ഫൈസൽ സാറിനെ കാണുമ്പോൾ ഫൈസൽ സാർ സംസാരിക്കാൻ വരുമ്പോൾ അവൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. അവളുടെ ഒഴിഞ്ഞുമാറൽ ഫൈസൽ സാറിനെ ആകെ വിഷമത്തിലാക്കി. എന്തുകൊണ്ടാണ് അവൾ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത്? എന്നോടെന്തോ അവൾ മറച്ചു വെക്കുന്നുണ്ട്. എന്തിനാണ് അവൾ എന്നെ അവഗണിക്കുന്നത് എന്നൊക്കെ തോന്നിപ്പോയി. അങ്ങനെ ടെൻഷനായി ഇരിക്കുമ്പോഴാണ് ആമിനയോട് ഒരു ദിവസം ഫൈസൽ സർ ചോദിക്കുന്നത്, എന്താണ് ആമിന നിനക്ക് പറ്റിയത്? എന്നോട് എന്തിനാണ് ഇതുപോലെ പെരുമാറുന്നത്? ആമിന പിന്നീട് ഫൈസലിൻ്റെ ജീവിതമായി മാറി തുടങ്ങിയിരുന്നു. അപ്പോൾ ആമിന പറഞ്ഞു, കോളേജ് ആകെ ഗോസിപ്പാണ്, ഫ്രണ്ട്സുകളൊക്കെ പറയുന്നുണ്ട് ആമിന ഫൈസൽ എന്നും പറഞ്ഞ് ഗോസിപ്പുകൾ ഇറക്കുന്നുണ്ട്. ഞാൻ കാരണം സാറും എന്ന് പറഞ്ഞതേ അവൾക്ക് ഓർമ്മയുള്ളൂ. അവൾ അവിടെ നിന്ന് വിതുമ്പി ആകെ കണ്ണീർ മഴയായി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടു നിന്നു. ഇത് കേട്ട് ഫൈസൽ സർ പറഞ്ഞു, ആൾക്കാരെന്തു പറഞ്ഞോട്ടെ, നമ്മൾ നമ്മുടെ മനസ്സിലുള്ള ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. മറ്റുള്ളവർ പറയുന്നത് നോക്കിയാൽ അവരാണോ നമുക്ക് ചിലവിന് തരുന്നത്? നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കുക. മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ജീവിക്കരുത്. അള്ളാഹുവിന് അറിയാം സത്യം എന്താണ് എന്ന്. മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നീ എന്നോട് മൈൻഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുകയാണോ? അങ്ങനെയൊന്നും ചെയ്യരുത്. അങ്ങനെ ഫൈസൽ ആമിനയുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് അവൾക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങളും പുസ്തകങ്ങളും എല്ലാം ഫ്രീ ആയിട്ട് വാങ്ങിക്കൊടുക്കുകയും ആരും അറിയാതെ അവളെ സഹായിക്കുകയും അവളുടെ വീടുകളിൽ സാധനങ്ങളും അരിയും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുകയും ഉമ്മയ്ക്കും ഉപ്പയ്ക്കും സാമ്പത്തികമായിട്ട് സഹായിക്കുകയും ചെയ്തു. ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ടും ആമിനയ്ക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു ഫൈസൽ സാറാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നും ഫൈസൽ സാർ വലിയൊരു കോടീശ്വരനാണെന്നും ആമിനയ്ക്ക് മനസ്സിലായില്ല.
ഫൈസൽ സർ ആമിനയോട് പറഞ്ഞു. പിന്നീട് ഒരു ദിവസം വന്നപ്പോൾ, ആമിന, നീ എന്നെ അവഗണിക്കരുത്, എനിക്കത് താങ്ങാൻ കഴിയുന്നില്ല. നീ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ആരൊക്കെയോ ആയി മാറി, എൻ്റെ ശ്വാസമായി മാറി. നിന്നെ കണ്ടാലേ എനിക്കൊരു സമാധാനമുള്ളൂ. ഇപ്പോഴാണ് ഞാൻ ജീവിതം എന്താണെന്ന് അറിഞ്ഞത് തന്നെ. ആമിനയ്ക്ക് ഇതൊക്കെ കേട്ട് അകം ശ്വാസം നിലച്ചതുപോലെ തോന്നി. അവൾ ആകെ അന്തം വിട്ടു. ഈ സാർ എന്തിനാണ് എന്നെ ഇങ്ങനെ കെയർ ചെയ്യുന്നത്? എന്തിനാണ് എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? എന്ത് കണ്ടിട്ടാണ് സ്നേഹിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്? അവൾക്കാകെ മഞ്ഞളിപ്പ് തോന്നി. സാർ, ഇതൊന്നും നടക്കില്ല. സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ സാർ വിചാരിക്കും പോലെ ഉള്ള ആളല്ല. ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിയാണ്. എനിക്കിതൊന്നും കഴിയില്ല സാർ. ആമിന പറഞ്ഞതും ഫൈസൽ പറഞ്ഞു, നീ ഒന്നും പറയരുത്. ഞാനെല്ലാം അറിഞ്ഞു. ഞാൻ നിൻ്റെ വീടുകളിൽ പോയിരുന്നു. എല്ലാം എനിക്കറിയാം. ഞാൻ ഇനി നിൻ്റെ ഒരു ആങ്ങളെ പോലെ നീ കണ്ടാൽ മതി. നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളും. ഇതൊക്കെ കേട്ട് ആമിന ഒരു നെടുവീർപ്പിട്ടു. ആമിനയ്ക്ക് എന്താണ് നടക്കുന്നത് എന്നൊന്നും അറിയില്ല. അവൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹ്, എൻ്റെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത്? ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല. അള്ളാഹ്, ഹലാലാണെങ്കിൽ നീ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കണേ എന്ന് ദുആ ചെയ്തു. ആമിന കോളേജ് വിട്ട് വീട്ടിൽ പോയപ്പോഴാണ് ഉമ്മ പറയുന്നത്, മോളെ, ഇന്നിവിടെ ഒരു അധ്യാപകൻ വന്നിട്ടുണ്ടായിരുന്നു കോളേജിൽ നിന്ന്. ഈ സാധനങ്ങളൊക്കെ ആ ഒരു അധ്യാപകൻ കൊണ്ടുവന്നതാണ്. ഈ പൈസയും കയ്യിൽ തന്നു. ഇതൊക്കെ കണ്ട് ആമിന ആകെ അമ്പരപ്പോടെ ചോദിച്ചു, ഏത് അധ്യാപകൻ? പേരെന്താണ് പറഞ്ഞത്? ഉമ്മ പറഞ്ഞു, ഫൈസൽ, ഡോക്ടർ ഫൈസൽ. ഉമ്മ പറഞ്ഞു, ഡോക്ടർ ഫൈസൽ നല്ല കിബറില്ലാത്ത നല്ല മനസ്സിൻ്റെ ഉടമയാണ്. പടച്ച റബ്ബ് നന്നാക്കി കൊടുക്കട്ടെ. നല്ലൊരു മോനാണ്. നമുക്കൊരു മോനെ കിട്ടിയതുപോലെ തോന്നുന്നു. ആ ഒരു ഡോക്ടർ എന്നോട് സംസാരിച്ചപ്പോൾ എൻ്റെ പകുതി അസുഖം ഇവിടെ മാറിക്കഴിഞ്ഞു. മനസ്സിന് സമാധാനവും സന്തോഷവും കിട്ടിയെന്ന് ഉമ്മ പറഞ്ഞു. ഉമ്മ പറഞ്ഞുകൊണ്ട് വിതുമ്പി, അതുപോലൊരു മകനെ എനിക്കും കിട്ടിയെങ്കിൽ. ആമിന ഇതൊക്കെ കേട്ട് അമ്പരന്നു. ഉമ്മ, ആ സാർ നല്ല സാറാണ്. ഒരുപാട് സഹായം ചെയ്യുന്ന ആളാണ്. നല്ല ദീനീബോധമുള്ള സാറാണ്. എന്തിനാണ് ഇവിടെ വന്നത്, എങ്ങനെയാണ് എൻ്റെ കാര്യം അറിഞ്ഞത് എന്നൊന്നും അറിയില്ല. അങ്ങനെ അവൾ ഉമ്മയ്ക്ക് ചായയും ഉണ്ടാക്കി ഉപ്പയ്ക്കും അനിയനിക്കൊക്കെ കൊടുത്തു. ചിന്തയിലാണ്ടു ആ ഒരു ദിവസം കഴിഞ്ഞു പോയി. പിറ്റേ ദിവസം അവൾ കോളേജിലേക്ക് വന്നു. കോളേജിലേക്ക് കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. വേഗം തന്നെ തൂത്തുവാരി കോളേജ് ക്ലീനാക്കി എടുക്കണം എന്നൊക്കെ കരുതിയിട്ട്. അങ്ങനെ അവൾ കോളേജിൽ വന്നപ്പോൾ കോളേജിൽ അവൾ മാത്രമായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ ഫൈസലും അവിടെ ഉണ്ടായിരുന്നു. അവൾ ക്ലാസ് റൂം അടിച്ചു വാരുന്നതിന് ഇടയിൽ ഡോക്ടർ ഫൈസൽ വന്നു. ആ ഒരു റൂമിൽ ഫൈസലും ആമിനയും മാത്രം. അവരുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി. പിന്നീട് അവിടെ നടന്ന കാര്യം നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. ഇതിൻ്റെ ബാക്കി അടുത്തൊരു വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.